ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു പതിവ് പോലെ ഒരു ഡേ ആൻഡ് മൈ ലൈഫിലെ വ്ളോഗാണ്. ഇതിൽ മെയിനായിട്ട് ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കാലത്ത് എഴുന്നേറ്റു, അത് കഴിഞ്ഞിട്ട് ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി, ദോശയിലേക്ക് എന്തെന്നാ പറയുക, ചട്നി ഉണ്ടാക്കിയില്ല. നമ്മളെ തലേന്നത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ ബീഫ് കറിയും ദോശയും കൂടി കഴിക്കാമെന്നുള്ളതിൽ അങ്ങനെ ബീഫ് കറിയും ദോശയും കൂടെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കോമ്പിനേഷൻ തന്നെയാണ്. നമുക്ക് പത്തിരിയിലേക്ക് മാത്രമൊന്നുമല്ല ബീഫ് കറി, ദോശയിലേക്കും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ ബീഫ് കറി. അങ്ങനെ ദോശ കഴിക്കലൊക്കെ കഴിഞ്ഞു. ഒക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു, കുറച്ച് നേരം ഇങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കാമെന്നുള്ളതിലിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ആയിട്ട് ഫ്രാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റായിട്ട് ഇപ്പോൾ കായ്ക്കണമല്ലോ കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ വരണമല്ലോ. പിന്നെ അങ്ങനെ പുറത്തിരിക്കുമ്പോൾ മുന്നേ കുറേ ദിവസമായി പുറത്ത് എന്താ പറയുക, അപ്പം സൈക്കിളൊക്കെ ഒന്ന് ഓടിച്ച് കളിച്ചിട്ട്, കാരണം മഴയുള്ള കാരണം അങ്ങനെ പുറത്ത് ഇറക്കാറില്ല. അപ്പോൾ അവൻ അവിടെ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ടർട്ടിൽ വൈൻ ആകെ നാശമായി, ഇങ്ങനെ ഉണങ്ങിപ്പോയി തുടങ്ങി. അപ്പോൾ ഞാനിത് പുതിയത് നടാന്നുള്ള ലെവലിൽ ഇത് നമ്മൾ പത്തിരിച്ചട്ടിയാണ് കേട്ടോ. പത്തിരിച്ചട്ടിയുടെ അടിഭാഗം പൊട്ടിയ കാരണം പിന്നെ അത് ഉമ്മ എന്താ പറയുക, ചെടി വെച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത കാരണം ടർട്ടിൽ വൈൻ അതിലാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അതാകുമ്പോൾ നല്ലപോലെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഞാൻ എടുക്കുമ്പോൾ നല്ല രസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇടാന്നുള്ളതിൽ അതിലാണ് ടർട്ടിൽ വൈൻ വെച്ചത്. പിന്നെ ഞാൻ എടുത്തിട്ട് നമ്മൾ കാർ പോർച്ചിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് മേലെ. അപ്പോൾ കാർ പോർച്ചിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതവിടെ ഒന്ന് നമുക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കാർ പോർച്ചിൽ ഞാൻ കയറൊക്കെ എടുത്ത് കൊടുന്ന് ഒക്കെ സെറ്റാക്കി നമ്മളപ്പോൾ അത് അവിടെ സെറ്റാക്കി വെച്ചിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയുക, നല്ല മഴ വന്ന് നമ്മൾ ആ പണികളൊക്കെ കഴിഞ്ഞ് കയറിയതിന് ശേഷം നല്ല മഴ വന്ന് പ്രതീക്ഷിക്കാണ്ട് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. പെട്ടെന്ന് നല്ല മഴയും വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ബിരിയാണിക്ക് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോൾ നല്ല കപ്പ ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ കപ്പ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് രാത്രികൾക്ക് ഉപ്പേരി ഉണ്ടാക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ കപ്പ വാങ്ങിച്ചത് കേട്ടോ. ബിരിയാണിക്കുള്ള സംഭവങ്ങൾ അവിടെ സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മുറിച്ച് വെക്കാം എന്നുള്ള ലെവലിൽ, കാരണം ബിരിയാണി ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ ആ അടുപ്പത്ത് നമുക്കിത് വെക്കാം എന്നുള്ള ലെവലിൽ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കണം. അതിൻ്റെ ഇടയിൽ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയപ്പോൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് ഒരു കുറച്ച് അധികമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമുക്ക് കൊള്ളി ചിപ്സ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ലെവലിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ അത് നമുക്ക് എന്താ പറയുക, നല്ലൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടിയില്ല. കാരണം നമ്മളിൽ അങ്ങനെ കൊള്ളി ചിപ്സ് ഉണ്ടാക്കണ ആ ഒരു കട്ടറൊന്നുമില്ല. അപ്പോൾ നമ്മളുള്ള ആ ഒരു ചോപ്പർമ വെച്ചിട്ടാണ് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുത്തത്. പക്ഷേ സംഭവം എന്തായാലും സക്സസ് ആയിട്ടാണ്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്ത്. അപ്പോൾ മഴയും പെയ്യല്ലേ പുറത്ത്, അങ്ങനെ നമുക്ക് കൊള്ളി ചിപ്സ് തിന്നാന്നുള്ള ലെവലിലാണ് കുറച്ച് ഉണ്ടാക്കിയത്. നല്ലപോലെ കിട്ടുകയും ചെയ്ത്. നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയതാട്ടോ. അപ്പോൾ അതുകൊണ്ട് അധികം ഒന്നും എടുത്തില്ല. അങ്ങനെ കുറച്ച് മുളകും പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സാക്കി കഴിച്ചേക്കിയപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. കാരണം നമുക്കിതിപ്പോൾ മക്കൾക്കൊക്കെ ആണെങ്കിൽ പുറമെന്ന് ഇപ്പോൾ എങ്ങനെ ഏത് എണ്ണയിൽ നമുക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു വിശ്വാസമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പുറത്ത് എന്താ പറയുക, ആ മഴയത്ത് നമുക്ക് നല്ല ചൂടുള്ള ബിരിയാണി തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട്. അകത്ത് ഉമ്മ ബിരിയാണിയുടെ പണികൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി വെക്കുന്നത്. ബിരിയാണിയുടെ റെസിപ്പി ഞാൻ കുറേ ടൈമിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരേ വ്ളോഗിലായിട്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും ബിരിയാണിയുടെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതും എല്ലാം സെറ്റായി. അങ്ങനെ ഉമ്മയുടെ ബിരിയാണി പരിപാടിയൊക്കെ കഴിയണുണ്ട്. നല്ല മഴയും പുറത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ച് അങ്ങനെ ഇരുന്ന്, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് ടൈമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്കൊരു ഈവനിങ് ടൈമായി. അപ്പോൾ നമ്മളിന്ന് മെയിൻ പറഞ്ഞ ആ കൽത്തപ്പം ഉണ്ടാക്കുകയാണ് നമ്മളിപ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെല്ലം ഉരുക്കിയെടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ വേണം, അതേപോലെ തേങ്ങ ചിരകിയതും വേണം. തേങ്ങ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞേതാക്കിയിട്ട് നമുക്ക് അതൊന്ന് മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറുതാക്കിയിട്ടും വേണം. ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടിയും പിന്നെ കുറച്ച് എന്താ പറയുക
ചോറും ആ തേങ്ങയും കൂടിയിട്ട് നല്ല മിക്സാക്കി കൊണ്ടുവരിക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി, അതേപോലെ ജീരകത്തിൻ്റെ പൊടി, കുറച്ച് സോഡാപ്പൊടിയും കൂടെ ഇട്ടിട്ട് അതൊന്ന് നല്ല പോലെ നമുക്ക് മിക്സാക്കി എടുക്കാം. അധികം സോഡാപ്പൊടിയൊന്നും ഇടണ്ട, കുറച്ച് ഇട്ടാൽ മതി. പിന്നെ ഇനി അത് ഒന്ന് മിക്സായത് നല്ലപോലെ ആയി വരുമ്പോഴത്തേനും പിന്നെ ഇനി നമുക്ക് മൂപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയുള്ളി സെറ്റാക്കണം. അത് ചെറിയുള്ളി അരിഞ്ഞിട്ട് നമ്മൾ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ആ മിക്സാക്കി വെച്ചതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ വെള്ളം ഒരുക്കിയത് ഒന്ന് അരിച്ചിട്ട് ഒഴിക്കുക. കച്ചറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതതിൽ പെടണ്ടെന്നുള്ളതിലാണ് അരിച്ചൊഴിക്കണത്. പിന്നെ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ആ തേങ്ങാക്കൊത്തുണ്ടല്ലോ, ആ തേങ്ങാക്കൊത്ത് ഒന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ചുവന്നുള്ളി ഇട്ടിട്ട് അത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇട്ട തേങ്ങാക്കൊത്തും അതേപോലെ ആ ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചാൽ മിക്സ് ഒഴിക്കുക. മിക്സ് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തേങ്ങാക്കൊത്തും എല്ലാതും അതിൻ്റെ മേലേക്ക് വരും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പശു നെയ്യ് ഇതിൻ്റെ മേലെ ഒന്ന് ഇതേപോലെ 2-3 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കുക്കർ മൂടി വെക്കുക. വിസിലിടണ്ട. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലോ ഫ്ലെയിമിൽ ഇതൊന്ന് സെറ്റ് ചെയ്യാനും വെക്കുക. ഒരു 1 അവറിൻ്റെ ഉള്ളിൽ ഇതേപോലെയുള്ള നല്ലൊരു കൽത്തപ്പം നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ കുക്കറിൽ നല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ എന്താ പറയുക, അടുപ്പത്തൊക്കെയാണ് മെയിൻ ഇങ്ങനെ കണലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുക. അപ്പോൾ അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്കിപ്പോൾ ഇതെന്താ പറയുക, കുക്കറിൽ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇന്ന് ചായ അടിക്കുമ്പോൾ ആബി മിച്ചി ഉണ്ടായിരുന്നില്ല. അവർ പുറത്ത് പോയ കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കേട്ടോ കൽത്തപ്പം കഴിച്ച്. അവർ പിന്നെ വന്നതിന് ശേഷമാണ് അതിനെ കൽത്തപ്പം കൊടുത്തത്. പിന്നെ അതാ നമ്മൾ ഒരു ഉച്ച നേരത്ത് എന്താ പറയുക, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കൊള്ളി ഉണ്ടല്ലോ, അപ്പോൾ അത് വേവിക്കാൻ വേണ്ടി വെച്ച്. അപ്പോൾ രാത്രിക്കൽക്ക് പിന്നെ എല്ലാവരും പറഞ്ഞ് ബിരിയാണി വേണ്ട, അപ്പോൾ നമുക്ക് കൊള്ളി ഓക്കെ എന്ന് വെച്ചിട്ട് അങ്ങനെ കൊള്ളി പുഴുങ്ങിയതും, കൊള്ളി പുഴുങ്ങല്ല ചെയ്തത്, ഉപ്പേരിയൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ കൊള്ളിപ്പേരി വെക്കണത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഉപ്പേരിയിലേക്ക് നല്ല ചെറിയ ചാള ഉച്ചരിയുമ്പോൾ കിട്ടി. അപ്പോൾ അതും ഒന്ന് മിളകിട്ടിട്ട് നല്ല കൊള്ളി ഉപ്പേരിയും ചാള മിളകിട്ടതുമായിരുന്നു രാത്രിക്കലത്തെ ഫുഡും. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.